Okay, hello dear students. So in today's class, we will be discussing about the digestive juices and other secretions. Usually the digestive juices contain the major components as enzymes and other hormones and some other things in very minute quantities, but most of it includes enzymes and hormones. Okay, so the hormones are excreted by the respective digestive glands, especially the pancreas, liver, and there are gastric hormones like ghrelin, etc. Now, in this class, we would be discussing about the different composition of the juices of different organs. Okay, so usually it contains enzymes, water, electrolytes, and other substances, and its main function is to break down food into simpler, absorbable forms. And each part of the digestive system secretes different types of juices with unique compositions and functions. In general, we would be looking into the major sites of the digestive system: saliva or in salivary gland in the buccal cavity, gastric juices, pancreatic juice, which are also called zymogens, then bile and intestinal juices that are also called succus and ricus collectively. Okay, so we have, when we look into the major components, we can see it is a mix of many types of secretions. It includes enzymes and other pigments, salts, or other compounds, including water, and it has different functions. Okay, so the salivary secretions main function is for starch digestion, a mild level of starch digestion and lubrication. And in gastric juice, it is mainly protein digestion initiation, which means just പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു തുടക്കം മാത്രമേ ഇടുന്നുള്ളൂ ഗ്യാസ്ട്രിക് ജ്യൂസസ്. പാങ്ക്രിയാറ്റിക് ജ്യൂസസ് നോക്കുകയാണെങ്കിൽ എല്ലാ ന്യൂട്രിയൻസിലും ആക്ട് ചെയ്യുന്നുണ്ട്. ബയലാണെങ്കിൽ ഫാറ്റ് എമൾസിഫിക്കേഷൻ മാത്രമാണ് അതിൻ്റെ ഫംഗ്ഷന്. ഇൻഡസ്ട്രിയൽ ജ്യൂസസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എല്ലാ ന്യൂട്രിയൻസിൻ്റെയും ലാസ്റ്റ് ഡൈജഷൻ നടക്കുന്നത് ഇൻഡസ്ട്രിയലിൽ വെച്ചിട്ടാണ്, ആൻഡ് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് അബ്സോർബിൾ ഫോംസ്. ഓക്കെ, ആൻഡ് ഇനി ഓരോ സൈറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സലൈവയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഇൻ ദി മൗത്ത്, ദാറ്റ് ഇസ് സെക്രേറ്റഡ് ബൈ സലൈവറി ഗ്ലാൻസ്. സലൈവറി ഗ്ലാൻസ് പലതും ഉണ്ട്. പരോട്ടിഡ്, സബ്മാൻഡിബുലർ, സബ്ലിംഗ്വൽ ലൊക്കേഷൻ അനുസരിച്ച് പേര് മാറും, സൈസ് മാറും. ആൻഡ് ഇറ്റ്സ് നേച്ചർ ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. ഓക്കെ, ചെറുമട്ടത്തിലാണ് ആൽക്കലൈൻ, ഓൾമോസ്റ്റ് ന്യൂട്രൽ ബട്ട് ബിറ്റ് ഓൺ ദി ആൽക്കലൈൻ സൈഡ്. ആൻഡ് 99% വാട്ടറാണ് ഇതിൻ്റെ കമ്പോസിഷനായിട്ട് വരുന്നത്. മെയിനായിട്ട് വരുന്നത് മ്യൂക്കസ് ആണ്, ദാറ്റ് ഈസ് സെക്രേറ്റ് ബൈ ദി മ്യൂക്കസ് സെൽസ് ഓഫ് ദി സലൈവറി ഗ്ലാൻസ്, ആൻഡ് ഇറ്റ്സ് മെയിൻ ഫംഗ്ഷൻ ഇസ് ടു ലൂബ്രിക്കേറ്റ് ഫുഡ്. പിന്നുള്ളതാണ് സലൈവറി അമിലേസ് അല്ലെങ്കിൽ ടാലിൻ എന്ന് പറയും. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർച്ചമിലാണ് ആക്ട് ചെയ്യുക. വലിയ വലിയ സ്റ്റാർച്ചിൽ ആക്ട് ചെയ്തിട്ട് മാൾട്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ബട്ട് ഇറ്റ് ഡസൻ കംപ്ലീറ്റ് ഓൾ ദ കൺവേർട്ട് ഓൾ ദ സ്റ്റാർച്ചസ്. കുറച്ചൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ച്യൂ ചെയ്യുന്ന ഒരു മൈന്യൂട്ട് സമയത്ത് മാത്രമേ ഇത് ആക്ട് ചെയ്യുന്നുള്ളൂ. പിന്നീട് ഈ സലൈവറി അമിലേസ് സ്റ്റൊമക്കിലെത്തുന്നതോടുകൂടി അതിൻ്റെ ഹൈ അസിഡിക് പി എച്ച് എത്തുമ്പോൾ എന്താകും, അതിൻ്റെ എൻസൈമിൻ്റെ ആക്ഷൻ പക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. Then next one is lysozyme enzyme, that is an antibacterial enzyme, not a digestive enzyme. Electrolytes produce ചെയ്യുന്നുണ്ട്, like sodium, potassium chloride and bicarbonates. അത് ബൈകാർബണേറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ആൽക്കലൈനിറ്റി തന്നെ ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് gastric juice, that is secreted by the gastric glands in the stomach. റൂഗെ എന്നുള്ള ആ ഒരു പ്രൊജക്ഷൻസിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വരുന്ന അവിടെയാണ് നമ്മൾ gastric glands കാണാം. ആൻഡ് ഇതിൻ്റെ നേച്ചർ ഹൈലി അസിഡിക് ആണ്, വെരി ഹൈലി അസിഡിക്. pH 1.5 to 3.5 ഉള്ളിലാണ് കാണുക. ആൻഡ് ഇറ്റ് ഈസ് അസിഡിക് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആൻഡ് വാട്ടറും ഇതിന് മേജർ കമ്പോണൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മ്യൂക്കസ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് സെക്രേറ്റഡ് ബൈ ദി ഗോബ്ലെറ്റ് സെൽസ് ഓഫ് ദി gastric glands. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി സ്റ്റൊമക് വാൾ ഫ്രം ആസിഡ് ആൻഡ് എൻസൈംസ്. ഓക്കെ, പിന്നെ ഫുഡിന് ലൂബ്രിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രിൻസിക് ഫാക്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചില സെൽസ്, ദാറ്റ് ഹെൽപ്സ് ഇൻ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ. മറ്റുള്ള എൻസൈംസ് ആണ് പെപ്സിനോജൻ, ഗാസ്ട്രിക് ലിപ്പേസ് ആൻഡ് റെനിൻ. ഈ പെപ്സിനോജൻ പ്രോട്ടീൻ ഡൈജഷനാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഗാസ്ട്രിക് ലിപ്പേസ് ആക്ട്സ് ഓൺ ഫാറ്റ്സ് ആൻഡ് റെനിൻ ആക്ട്സ് ഓൺ മിൽക്ക് പ്രോട്ടീൻ. ദിസ് ഇസ് സീൻ majorly or in high quantities in infants because their main diet is composed of the milk. And വലുതാവും തോറും ഏജ് കൂടും തോറും റെനിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും, സെക്രീഷൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HCl നമുക്കറിയാം പാരിയറ്റൽ സെൽസ് ആണ് സെക്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് മെയിൻ ആക്ഷൻസ് ആർ ദീസ്: ഇറ്റ് പ്രൊവൈഡ്സ് അസിഡിക് മീഡിയം ഫോർ ദി എൻസൈം ആക്ടിവിറ്റി ഓഫ് പെപ്സിൻ, ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് എ ബാക്ടീരിസൈഡൽ പ്രോപ്പർട്ടി. ഫുഡിൽ എൻട്രി ചെയ്യുന്ന ബാക്ടീരിയനൊക്കെ കിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ പെപ്സിനോജൻ എന്ന പ്രോട്ടീൻ ഡൈജസ്റ്റീവ് ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈമാണ് സ്റ്റൊമക്ക് സെക്രേറ്റ് ചെയ്യണേ. അതിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് പെപ്സിൻ ഫോമിലേക്ക് മാറ്റും. ഈ പെപ്സിനോജൻ
ചീഫ് സെൽസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഇനാക്റ്റീവ് പ്രിക്കോസർ ഓഫ് പെപ്സിൻ ആൻഡ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ HCl ഇൻറ്റു പെപ്സിൻ. ആൻഡ് ഈ പെപ്സിൻ പിന്നെ വലിയ വലിയ പ്രോട്ടീൻസിനെ ചെറിയ ചെറിയ പെപ്റ്റൈഡ് ഫോമിലേക്ക് മാറ്റും. ദീസ് ആർ പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയോസിസ്. ഇതൊക്കെ ചെറിയ പെപ്റ്റൈഡ്സ് ആണ്, സ്മോളർ പ്രോട്ടീൻസ് ആണ്. ആൻഡ് റെന്നിന് അതിൻ്റെ വേറൊരു പേരാണ് കൈമോസിൻ. ഇത് മിൽക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള കെസീനെ കോയാഗുലേറ്റ് ചെയ്യും, പാരാകെസീനായിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്യാസ്ട്രിക് ലിപ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫാറ്റ് അതേപോലെ വരാണ്, എമൾസിഫിക്കേഷനും കഴിയാണ്ട് വരാണ്. ചില ഫുഡ് ഐറ്റംസിൽ എന്തുണ്ടാകും, ഓൾറെഡി എമൾസിഫൈഡ് ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ടാകും. സോ സ്മോളർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ലിപ്പേസ് അതിൽ ആക്ട് ചെയ്തിട്ട് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോളായിട്ട് മാറ്റും. ബാക്കിയുള്ള ഫാറ്റ്സ് ഒക്കെ അതുപോലെ തന്നെ നിലനിൽക്കും. വളരെ റെയർ ആയിട്ട് നടക്കുന്ന ഒരു റിയാക്ഷനാണിത്. കൂടുതൽ ഫാറ്റ്സിനൊന്നും ഇവിടെ ഡൈജഷൻ നടക്കുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ ഈസ് ബൈൽ ദാറ്റ് ഇസ് സെക്രേറ്റഡ് ഫ്രം ദി ലിവർ ഹെപ്പറ്റോസൈറ്റ്സ് ഓർ ദി ലിവർ സെൽസ് ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദി ഗാൾ ബ്ലാഡർ. ആൽക്കലൈൻ pH ആണ് ബൈലിനുള്ളത്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താ വെച്ചാൽ ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ്. ഇമൾസിഫിക്കേഷൻ മീൻസ് ലാർജ് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സിനെ സ്മോളർ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറ്റുക, സോ ദാറ്റ് ദി സർഫസ് ഏരിയ ഈസ് ഇൻക്രീസ്ഡ് ഫോർ ദി ഫാറ്റ് ഡൈജഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദി ഇൻഡസ്റ്റൈൻ. ആൻഡ് ഇതിൻ്റെ കമ്പോസിഷനിൽ വാട്ടർ ഉണ്ട് ആൻഡ് അതർ ബൈൽ പിഗ്മെൻറ്റ്സും ഇത് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ബിലിറുബിൻ ആൻഡ് ബിലിവേർഡിൻ ദാറ്റ് ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ. ആൻഡ് കൊളസ്ട്രോളും ലെസിത്തിനും അതേപോലെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോലൈറ്റ്സ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് ഡൈജഷൻ നടക്കുന്നില്ല, ബട്ട് ജസ്റ്റ് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് ഒന്ന് കുറച്ചിട്ട് എമൾസിഫിക്കേഷൻ നടക്കുന്നു എന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് പാങ്ക്രിയാറ്റിക് ജ്യൂസ്, സൈമോജൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് സെക്രേറ്റഡ് ബൈ ദി എക്സോക്രൈൻ സെൽസ് ഓഫ് ദി പാങ്ക്രിയാസ് ആൻഡ് പാങ്ക്രിയാറ്റിക് ഡക്റ്റ് വഴി ഡ്യൂഡിനത്തിലേക്ക് എത്താണ് ചെയ്യാം. ഡെയിലി സെക്രീഷൻസ് നോക്കണമെങ്കിൽ 1.5 liters per day സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ആൽക്കലൈൻ ഇൻ നേച്ചർ. കമ്പോസിഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ വാട്ടറും ബൈകാർബണേറ്റ്സ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. അതിന് ഈ ബൈകാർബണേറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്റ്റൊമക്കിൽ നിന്ന് ഡോഡിനത്തിലേക്ക് റിസീവ് ചെയ്യുന്ന എൻസൈംസിനെ ഹൈലി അസിഡിക് ആയിട്ടുള്ള കൈമിനെ എന്താക്കും, ന്യൂട്രലൈസ് ചെയ്യും. എന്നാലേ ഉള്ളൂ ഇൻഡസ്ട്രിയൽ എൻസൈംസിന് വർക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് ഇതിൽ വരുന്ന പാങ്ക്രിയാറ്റിക് എൻസൈംസ് ആണ് പാങ്ക്രിയാറ്റിക് അമിലേസ്. ദിസ് ഈസ് ആൻ അമൈലോലിറ്റിക് എൻസൈം ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. ഓക്കെ, പിന്നുള്ളതാണ് പ്രോട്ടിയോളിറ്റിക് എൻസൈംസ്. അതിൽ 3 എണ്ണം വരുന്നുണ്ട് പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ട്: ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡേസ്. ഇത് 3ഉം ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫോമിലാണ് കാണാം. ലിപ്പോളിറ്റിക് എൻസൈം അഥവാ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ആയിട്ട് കാണുന്നത് പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആണ്. പിന്നെ ന്യൂക്ലിയേസസ് കാണുന്നുണ്ട്. ഇത് DNA ആൻഡ് RNA ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുക. ഇതിൻ്റെ ആക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇനാക്ടിവേറ്റ് ഉള്ള എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യും. അതിൽ ട്രിപ്സിനോജൻ ആണ് ഫസ്റ്റ് ആക്ടിവേഷൻ നടക്കുക. എൻഡറോകൈനേസ് എന്നുള്ളൊരു എൻസൈം ഇവിടെ കയറി വരുന്നുണ്ട്. നമ്മൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമാണ് എൻഡറോകൈനേസ്. ഇത് ഡോഡിനത്തിൽ വെച്ചിട്ട് ട്രിപ്സിനായിട്ട് ആക്ടിവേറ്റ് ആയിരിക്കും. എന്നിട്ട് ഈ ട്രിപ്സിനാണ് പിന്നെ ബാക്കിയുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. കൈമോട്രിപ്സിനോജനെ കൈമോട്രിപ്സിനാക്കി മാറ്റും. കാർബോക്സി പെപ്റ്റിഡേസിനെ കാർബോക്സി പെപ്റ്റിഡൈസ് ആക്കിയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഡൈജഷൻ, ഈ ആക്ടിവേറ്റഡ് എൻസൈംസ് ഒക്കെ ഇനി ഡൈജഷനിലേക്ക് കടക്കുകയാണ് ചെയ്യാം. അതിൽ പ്രോട്ടീൻസ്, വലിയ വലിയ പ്രോട്ടീൻസ് എന്ന് വെച്ചാൽ സ്റ്റൊമക്കിൽ വെറും കുറഞ്ഞ ഒരളവിൽ പ്രോട്ടീൻ ഡൈജഷൻ നടന്നിട്ടുള്ളൂ ബൈ പെപ്സിൻ. അവിടെ കുറച്ച് പ്രോട്ടീസസ് ഫോം ചെയ്തിട്ടുണ്ട്, കുറച്ച് പെപ്റ്റോൺസ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ ഡൈജസ്റ്റ് ചെയ്യാത്ത കുറച്ച് പ്രോട്ടീൻസും വലിയ വലിയ പ്രോട്ടീൻസും ഇതിൽ പ്രസൻ്റ് ആയിട്ടാണ് നമ്മളെ സ്റ്റൊമക്ക് അഥവാ ഡുയോഡിനത്തേക്ക് എത്തുന്നത്. ആൻഡ് ഈ 3 ട്രിപ്സിനും കൈമോട്രിപ്സിനും കൂടി ആക്ട് ചെയ്തിട്ട് സ്മോളർ പെപ്റ്റോൺസ് ആക്കി മാറ്റും. ഓക്കെ, ഈ പെപ്റ്റോൺസിനെ പിന്നീട് കാർബോക്സി പെപ്റ്റിഡേസ് അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ബട്ട് സ്റ്റിൽ എല്ലാ പ്രോട്ടീൻസിനും പെപ്റ്റോൺസിനും കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ബാക്കി ഡൈജസ്റ്റ് ചെയ്യണത് നമ്മൾ ഇൻഡസ്ട്രിയൽ എൻസൈംസ് ആണ്. സോ കാർബോക്സി പെപ്റ്റിഡേസ് മാത്രമാണ് അമിനോ ആസിഡ്സ് ആയിട്ട് മാറ്റുന്നുള്ളൂ, ബിക്കോസ് ഇറ്റ് ആക്ട്സ് ഓൺ ദി ടെർമിനൽ പെപ്റ്റൈഡ് ബോൺസ്. എന്ന് വെച്ചാൽ ഒരു പെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ചെയിനിൻ്റെ ഏറ്റവും എൻഡിൽ നിന്നാണ് ഇത് ആക്ഷൻ തുടങ്ങുക. ഏറ്റവും ലാസ്റ്റിലുള്ള ഓരോ അമിനോ ആസിഡിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് പ്രോട്ടീൻ ഡൈജഷൻ്റെ ഭാഗം. ഈ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ്റെ ഭാഗമായിട്ട് പാങ്ക്രിയാറ്റിക് അമിലേസ് സ്റ്റാർച്ചസിനൊക്കെ എന്താക്കി മാറ്റും, മാൾട്ടോസ് ആക്കി മാറ്റും. ചെറിയൊരു കറക്ഷൻ ഉണ്ട്, മാൾട്ടോസ് ആക്കി മാറ്റും. ആൻഡ് ഫാറ്റ് ഡൈജഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമൾസിഫൈഡ് ഫാറ്റ്സ് എന്ന് വെച്ചാൽ ബൈൽ ആക്ട് ചെയ്തിട്ടുള്ള ഇമൾസിഫൈഡ് ഫാറ്റ്സിലുള്ള അതിന്മേലാണ് ഈ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറഞ്ഞ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം ആക്ട് ചെയ്യുള്ളൂ. ആൻഡ് ഇറ്റ് കൺവേർട്സ് ഇറ്റ് ടു സ്പ്ലിറ്റ്സ് ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ന്യൂക്ലിയിക് ആസിഡ് ഡൈജഷൻ്റെ ഭാഗമായിട്ട് ന്യൂക്ലിയസസ് എന്താക്കും, RNA അല്ലെങ്കിൽ DNA ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് മാറ്റും. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ജ്യൂസസ് ഓർ സക്കസ് എൻട്രിക്കസ്. ഇത് സെക്രീറ്റ് ചെയ്യുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലുള്ള ഗ്ലാൻസ് അഥവാ ക്രിപ്സ് ഓഫ് ലീബർക്കും എന്ന് പറയുന്ന വില്ലയിൻ്റെ അടിയിലുള്ള ഡിപ്രഷനിൽ കാണുന്ന
അവിടെയാണ് നമ്മൾ ഗ്ലാൻസ് ഉണ്ടാകുക. അവിടെ നിന്നാണ് ഈ സെക്രീഷൻസ് ഉണ്ടാകുന്നത്. മെയിൻലി ഈ അബ്സോർപ്ഷൻ നടക്കുന്നത് ഡോഡനത്തിലും ജജനത്തിലായതുകൊണ്ട് തന്നെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെക്രീഷനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്, നോട്ട് സ്ട്രോങ്ലി ആൽക്കലൈൻ, സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. ആൻഡ് മെയിൻ ഫംഗ്ഷൻ ഇസ് ടു കംപ്ലീറ്റ് ദ ഡൈജഷൻ ഓഫ് ഓൾ ന്യൂട്രിയൻസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട പെപ്റ്റോൺസ്, പ്രോട്ടീൻസ്, അങ്ങനെ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ളതും ഇൻകംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസിനും അബ്സോർബബിൾ ഫോംസ് എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേജിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുവരുന്നത് ഇൻറ്റെസ്റ്റിൻ ജ്യൂസസ് ആണ്. അതേപോലെ എൻഡറോകൈനസ് എന്ന് പറഞ്ഞ എൻസൈം പാങ്ക്രിയാറ്റിക് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വാട്ടറും മ്യൂക്കസും പ്രസൻ്റ് ആണ്. മ്യൂക്കസ് സെക്രേറ്റഡ് ബൈ മ്യൂക്കസ് ഗ്ലാൻസ്. എൻസൈംസ് ആയിട്ട് കാണുന്നത് കാർബോഹൈഡ്രേറ്റ് ഡൈജഷനിൽ വേണ്ടിയിട്ട് മാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പെപ്റ്റിഡേസസ് ആയിട്ട് അഥവാ പ്രോട്ടീൻ ഡൈജഷന് വേണ്ടിയിട്ട് പെപ്റ്റിഡേസസ് പ്രസൻ്റ് ആണ്. ലിപ്പേസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ലിപ്പേസ് ഉണ്ട്. ആൻഡ് ന്യൂക്ലിയസസ് ന്യൂക്ലിയോടൈഡ് ഡൈജഷന് വേണ്ടിയിട്ട് ന്യൂക്ലിയേസസ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡേസ് ആൻഡ് ന്യൂക്ലിയോസൈഡേസ് എൻസൈംസ് ഉണ്ട്. ഇത് രണ്ടുമാണ് എൻസൈം. ഇവിടെ ഇൻഡസ്ട്രിയൽ ലിപ്പേസ്, പിന്നെ ഇവിടെ പെപ്റ്റിഡേസസും. പിന്നെ വേറെ കമ്പോസിഷൻ വരുന്ന ഇലക്ട്രോലൈറ്റ്സ് ആണ്. ഇതിൻ്റെ ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഡൈജഷൻ്റെ സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നുണ്ട്. പെപ്റ്റിഡേസസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഫസ്റ്റ്ലി എൻഡറോകൈനസ് നമുക്കറിയാം ട്രിപ്സിനോജനും ട്രിപ്സിനാക്കിയെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡുയോഡനത്തിലേക്ക് കണ്ട ഒരു റിയാക്ഷനാണ്. ആൻഡ് പെപ്റ്റിഡേസസ് അഥവാ എറിപ്സ് എന്ന് പറയുന്ന എൻസൈം, ഇൻഡസ്ട്രിയൽ എൻസൈം പെപ്റ്റോൺസിനെയും പ്രോട്ടിയേസസിനെയും അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും, ഫൈനൽ അമിനോ ആസിഡായിട്ട് മാറ്റിയെടുക്കും. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ്റെ ഭാഗമായിട്ട് സൂക്രോസിനെ ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആയിട്ട് മാറ്റും. മാൾട്ടേസ് എൻസൈം മാൾട്ടോസിനെ 2 ഗ്ലൂക്കോസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ലാക്ടേസ് എൻസൈം ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ദീസ് ആർ ദ ഫൈനൽ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ പ്രോഡക്ട്സ്. ആൻഡ് ഫാറ്റ് ഡൈജഷനിൽ ഇൻഡസ്ട്രിയൽ ലിപ്പേസ് എന്ത് ചെയ്യും, ബാക്കി വരുന്ന ഫാറ്റ് ഡ്രോപ്ലെറ്റ്സിനൊക്കെ, ഇമൾസിഫൈഡ് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സിനൊക്കെ എല്ലാത്തിനെയും ഫാറ്റി ആസിഡും ഗ്ലിസറോളുകളായിട്ട് കൺവേർട്ട് ചെയ്യും. ന്യൂക്ലിക് ആസിഡ് ഡൈജഷൻ്റെ ഭാഗമായിട്ട് നേരത്തെ എന്ന് വെച്ചാൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ് ആയിട്ടുള്ള ന്യൂക്ലിയേസസ് ഡൈജസ്റ്റ് ചെയ്ത് ബാക്കി വെച്ച ന്യൂക്ലിയോടൈഡ്സിനെ എന്താക്കി മാറ്റും, ന്യൂക്ലിയോസൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും ബൈ ദി എൻസൈം ന്യൂക്ലിയോടൈഡേസസ്. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സും ആക്ട് ചെയ്യാനാണ് ന്യൂക്ലിയോടൈഡേസസ്. ന്യൂക്ലിയോസൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിമേ ന്യൂക്ലിയോസൈഡേസ് ആക്ട് ചെയ്തിട്ട് നമ്മൾ ഷുഗർ നൈട്രജൻ ബേസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. എന്ന് വെച്ചാൽ RNA ആൻഡ് DNA ഏറ്റവും ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ് നൈട്രജൻ ബേസ് ഫോസ്ഫേറ്റ്സ് ആയിട്ട് മാറ്റാണ് ചെയ്യുക. ആൻഡ് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി എൻസൈം ഡൈജഷൻ. സോ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജഷൻ നടക്കുന്നൊരു എൻസൈംസിൻ്റെ ലിസ്റ്റും അതേപോലെ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റുകൾ. ആൻഡ് ലാസ്റ്റ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എൻ പ്രൊഡക്റ്റാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. മോണോസാക്രൈഡ്സ് ആണിത്. ആൻഡ് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വില്ലി. ആൻഡ് പ്രോട്ടീൻസിൻ്റെ ലാസ്റ്റ് എൻ പ്രൊഡക്റ്റാണ് അമിനോ ആസിഡ്സ്, അതും വില്ലയിലാണ് അബ്സോർബ് ചെയ്യാം. ഫാറ്റ്സ് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോളായിട്ട് കൺവേർട്ട് ചെയ്ത സാധനം പിന്നെ ജോയിൻ ചെയ്ത് മൈസൽ ഫോർമേഷൻ നടന്ന് അത് പ്രോട്ടീൻ കോട്ടിങ് വന്ന് കൈലോമൈക്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അത് ലാക്റ്റിയൽസ് അഥവാ വില്ലിൻ്റെ ഉള്ളിലുള്ള ലാക്റ്റിയൽസിലാണ് ഇത് അബ്സോർബ് ചെയ്ത് പോകുന്നത്. പിന്നീട് അത് ലിംഫസിൽ വഴി ബ്ലഡ് സിസ്റ്റത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. ഈ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഡൈജഷൻ ഇവിടെ കാണാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ്സിന് ഫസ്റ്റ് പോളിസാക്രൈഡ്സ് ആയിട്ടുള്ള സ്റ്റാർച്ചുകളെല്ലാം സലൈവറി എമലേസ് ആക്കി ആക്ട് ചെയ്തിട്ട് ഡൈസാക്രൈഡായിട്ട് മാറ്റും. അത് പിന്നെ പാങ്ക്രിയാസിൽ വെച്ച് പാങ്ക്രിയാറ്റിക് അമിലേസ് എന്താക്കി മാറ്റും, ബാക്കിയുള്ള പോളിസാക്രൈഡ്സ് എന്ന് വെച്ചാൽ 30% മാത്രമേ പോളിസാക്രൈഡ്സിനെ ഇവിടെ കൺവേർട്ട് ചെയ്യുന്നുള്ളൂ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ചിട്ട്. ബാക്കി 70% പോളിസാക്രൈഡ്സും പാങ്ക്രിയാറ്റിക് അമിലേസിൻ്റെ ഹെൽപ്പോട് കൂടി ഡൈസാക്രൈഡായിട്ട് മാറും. ലൈക്ക് സൂക്രോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. ഈ എൻസൈംസിനെ പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റിനൽ എൻസൈംസ് അഥവാ നമ്മൾ സൂക്രേസ്, ലാക്ടേസ്, മാൾട്ടേസ് മോണോസാക്രൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ പ്രോട്ടീൻ ഡൈജഷൻ നോക്കുകയാണെങ്കിൽ പെപ്സിന് പെപ്റ്റോൺസിനും പ്രോട്ടിയോസസും ആക്കി മാറ്റും. പിന്നീട് പാങ്ക്രിയാറ്റിക് എൻസൈംസ് ആയിട്ടുള്ള ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സി പെപ്റ്റിഡേസസ് ഷോർട്ടർ പെപ്റ്റോൺസ് ആയിട്ട് മാറ്റും, അല്ലെങ്കിൽ ഡൈപെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റും. ഇത് പിന്നെ ഡൈപെപ്റ്റിഡേസ് എൻസൈം അഥവാ പെപ്റ്റിഡേസസ്, നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ പെപ്റ്റിഡേസസ് അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ന്യൂക്ലിക് ആസിഡിൻ്റെ ഡൈജഷൻ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസസ് പാങ്ക്രിയാറ്റിക് എൻസൈമായിട്ടുള്ള ന്യൂക്ലിയസസ് ആണ്, അത് ന്യൂക്ലിയോടൈഡേസസ് ആക്കി മാറ്റും. ബാക്കി ഡൈജഷൻ നടക്കുന്ന മൊത്തം സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. ന്യൂക്ലിയോടൈഡേസസ് ന്യൂക്ലിയോസിഡേസസ് ആയിട്ട് മാറ്റും. ന്യൂക്ലിയോസൈഡേസസ് ഷുഗർ പ്ലസ് ബേസ് ആൻഡ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറ്റും. ഫാറ്റ് ബൈലാണ് ആക്ട് ചെയ്തിട്ട് ഇമൾസിഫിക്കേഷൻ നടന്നതിന് ശേഷം പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആക്ട് ചെയ്യും, ഡൈസാക്രൈഡ് പ്ലസ് മോണോഗ്ലിസറൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ് പിന്നെ ലാസ്റ്റ് ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോളായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യാം. അബ്സോർപ്ഷൻ നമുക്കറിയാം, സിമ്പിൾ ഡിഫ്യൂഷൻ വഴി
അബ്സോർബ് ചെയ്യുന്നതാണ് എനർജി, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് ക്ലോറിൻ അയോൺസ്. ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് അഥവാ ഒരു കാരിയർ പ്രോട്ടീൻ വഴി ഹെൽപ്പ് ചെയ്തിട്ടുള്ള അബ്സോർപ്ഷനാണ് എനർജി, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്ന് വെച്ചാൽ കൂടുതൽ എനർജി. ഇനിയും എക്സ്ട്രാ എനർജി വേണമെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്, അതേപോലെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഒക്കെ ഇതുവഴി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മറ്റുള്ള എല്ലാ ന്യൂട്രിയൻസും എക്സ്ട്രാ നമുക്ക് കൂടുതൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും യൂസ് ചെയ്യും. ദീസ് ആർ സം ഈ സ്റ്റഡി മെറ്റീരിയലാണ്. നിങ്ങൾക്കിത് നോക്കി പഠിക്കാം. ഓക്കെ, എല്ലാ ന്യൂട്രിയൻസിൻ്റെയും അബ്സോർപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റൊമക്കിൽ വെച്ച് ഇൻട്രിൻസിക് ഫാക്ടർ ബൈൻഡ് ചെയ്തിട്ട് B12 അബ്സോർപ്ഷൻ നടക്കുന്നു. പ്രോട്ടീന് പെപ്സിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അയണിനെ ഫെറിക് ഫോമിൽ നിന്ന് ഫെറസ് ഫോമിലേക്ക് മാറ്റിയിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഡുയോഡനത്തിൽ വെച്ചിട്ട് ബൈലിൻ്റെ ആക്ഷൻ നടന്നിട്ട് ഫാറ്റ് എമൾസിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതേപോലെ പ്രോട്ടീസസും അമിലേസസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോട്ടീനിലും അതേപോലെ കാർബോഹൈഡ്രേറ്റ്സിനും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ബാക്കി എല്ലാത്തിൻ്റെയും നമ്മളെ മോണോസാക്രൈഡ്സ് ആയിട്ടുള്ള കൺവേർഷൻ, കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, ഫോളേറ്റ്സിൻ്റെ അബ്സോർപ്ഷൻ ഒക്കെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. B12 ബാക്കിയുള്ള B12 എല്ലാം ഇവിടെ വെച്ചിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോഡിയം അബ്സോർബ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ഇലക്ട്രോലൈറ്റ്സ്, അതേപോലെ ബൈൽ ആസിഡ്സും. ബാക്കി കോളനിൽ വരുമ്പോൾ ഇലക്ട്രോലൈറ്റ്സ്, നമ്മൾ ബൈൽ ആസിഡ്സ്, അതേപോലെ ബാക്കിയുള്ള വേസ്റ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോവാണ് ചെയ്യുക. This is also a flow chart of the previous nutrient digestion. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, so that's all about our digestion and digestive enzymes in the intestine. That's all. Thank you.